മോളെ ഒരു 4 പെൺപിള്ളേർക്കുള്ള പട്ടുപാവാടയും വേണം, പിന്നെ എന്റെ ആങ്കൊച്ചു കുണുക്കനുള്ള ഒരു ജുബയും വേണം. ഇപ്പൊ കൊണ്ടുവരാം, ഒത്തിരി വിഷു കളക്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്കെല്ലാം മതി. ഓ, ഞാൻ പുതിയ കളക്ഷൻസ് ഒക്കെ എടുത്തോണ്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാന്ന് എടുത്തോട്ട്, ഒത്തിരി വന്നിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. ആഹാ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്, നല്ല പച്ച കളറും പിങ്ക് കളറും. ഇതുപോലെയല്ലേ മോക്ക്? എനിക്കിഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. വിഷുവിന് വന്നതാ, ഇന്നലെ വന്നതേ ഉള്ളൂ, ഫ്രഷ് സ്റ്റോക്കാ. ഇതിന് എന്ത് വില വരും? 540 രൂപയുള്ളൂ. 540? അയ്യേ, ഇത് വേണ്ട. ഒരു 1000 രൂപ മുതൽ മുകളിലേക്കുള്ളത് കാണിച്ചാൽ മതി. ലല്ലിമോൾ ഇത്ര വില കുറവൊന്നും ഇടില്ല. നീതു നിറ്റേ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എടുത്തോട്ടോ. ഞങ്ങൾക്ക് വേണ്ടത് അച്ഛനും അമ്മയും സെലക്ട് ചെയ്ത് തന്നോളും. അച്ഛമ്മയുടെ ലല്ലിമോക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അയ്യോ, വഴക്കിടണ്ട, ഒത്തിരി പട്ടുപാടുകൾ വേറെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ചേച്ചി, ഇത് എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ഇത് നല്ല ഭംഗിയുണ്ട്. എങ്കിൽ ഇത് ലല്ലിമോക്ക് എടുക്കട്ടെ. നീതു നിറ്റേ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ? അയ്യോ വേണ്ടമ്മേ, ഇതൊക്കെ പഴയ മോഡലാ. എത്ര ആശയം ഇട്ടതാ ഇങ്ങനെയുള്ളതെല്ലാം. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അയ്യോ, പഴയ മോഡലോ? എന്നാൽ ലല്ലിമോക്കും ഇത് വേണ്ട. എങ്കിൽ നിങ്ങൾ അപ്പുറത്ത് സിൽക്കിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ കുറെ പട്ടുപാടകളുണ്ട്, അങ്ങോട്ട് വരൂ. ലല്ലിമോളെ വേഗം വാ, നമുക്ക് സിൽക്കിന്റെ സെക്ഷനിലോട്ട് പോകാം. വാ മക്കളെ, നമുക്കും പോകാം. നിങ്ങൾ എല്ലാരും ഇഷ്ടാ, പിന്നെ അച്ഛമ്മ അങ്ങനെയാ, നിങ്ങൾക്കറിയാലോ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. വേഗം പട്ടുപാട എടുക്കാം. അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുക. കുറെ നേരം കഴിഞ്ഞ കടയിൽ ആള് വന്നെന്ന് പറഞ്ഞ അച്ഛൻ പോകൂട്ടോ. വേഗം വാ, നമുക്ക് നല്ല അടിപൊളി എടുക്കണം. ഒരേപോലത്തെ എടുക്കാം, വാ. അച്ഛൻ അമ്മയും വന്നിട്ട് കുറെ നേരമായോ? ഇല്ല മോളെ, ഇപ്പൊ എത്തിയുള്ളൂ, 10 മിനിറ്റ് ആയുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ള പട്ടുപാവാട എടുത്തോണ്ട് വരണമെന്ന് കരുതിയതാ. സെലക്ട് ചെയ്ത് വന്നപ്പോൾ 3-4 മണിക്കൂറായി. ഞാൻ പറഞ്ഞതാ മുത്തച്ഛനും മുത്തശ്ശിയും കാത്തിരിക്കൂന്ന്. അകത്തേക്ക് ഇരിക്കുക ഗീതയുടെ അമ്മ. അച്ഛാ, അത് തന്നെ, അകത്തേക്ക് വാ. അമ്മ എന്തോരം യാത്ര ചെയ്ത് വന്നതാ. ആഹാ കുണിക്ക്, ഒത്തിരി കാര്യങ്ങൾ പേടിച്ചിട്ടുണ്ട്. അതെന്ത് ചോദ്യ? നീതുവിന്റെ നെറ്റിയക്കും കുണുക്കനും കുണിക്കും ലല്ലിമോൾക്കും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അല്ല, ലല്ലിമോൾ എന്താ അവിടെ നിൽക്കുന്നേ? ഞാനിവിടെ നിന്നോളാം. എന്തായിരിക്കും മുത്തശ്ശി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകുക? അയ്യോ അറിയില്ല, എന്തായാലും മുത്തശ്ശി ഇപ്പൊ വരുമ്പോ കാണാലോ. എനിക്കും തിന്നാൻ കൊതിയാകുക. എത്ര നേരം ഇത്? മക്കളെ, എനിക്ക് അപ്പോഴേ തോന്നി മുത്തശ്ശിയുടെ കൈ കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും ആയിരിക്കും. അയ്യോ, ലല്ലിമോള് കഴിക്കുന്നില്ലേ? ലല്ലിമോൾ ഒന്നും എടുത്തില്ലേ? എനിക്കിത് വേണ്ട. അയ്യോ, എന്ത് പറ്റി? ലല്ലിമോൾക്ക് ഇത് ഇഷ്ടമല്ലേ? ഞാൻ ചോക്ലേറ്റാ കഴിക്കുള്ളൂ. ഇതൊക്കെയും കഴിക്കണോട്ടോ. എപ്പോഴും ചോക്ലേറ്റ് മാത്രം കഴിച്ചാൽ വയറ് കേടാവില്ലേ? എനിക്കിത് ഇഷ്ടമല്ല. അവക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട അമ്മാമ്മേ. നിങ്ങൾ ഇത് വേഗം കഴിക്കുക, എന്നിട്ട് അപ്പുറത്തേക്ക് വാട്ടോ. സർപ്രൈസ്? അതൊക്കെ പറയാം, നിങ്ങൾ കഴിച്ചിട്ട് വാ. അയ്യോടി, പതിയെ കഴിക്കടി. ഓ, നല്ല ടേസ്റ്റ് കൊണ്ടാ ചേച്ചി ഇത്ര വേഗം കഴിക്കുന്നേ. അത് ശരിയാ, ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്നും അങ്ങനെ രുചിയിൽ കഴിക്കായിരുന്നു. ഇത്ര രുചി ഉണ്ടായിരുന്നോ? ഇവിടെ കഴിക്കണം കണ്ട കൊതി വന്ന്. നിനക്ക് വേണോ ലല്ലി? എനിക്കൊന്നും വേണ്ട, കൊതി വന്നിട്ട് വയ്യ. ഇവിടുന്ന് പോവാം. അവളുടെ മുഖം കണ്ടറിയാം, അവൾക്ക് നല്ല കൊതി വരുന്നുണ്ടെന്ന്. പിന്നെ തോക്കുമെന്ന് കരുതി സമ്മതിക്കാത്തതാ. അവളോട് പോകാൻ പറ, നമുക്ക് വേഗം കഴിക്കാം. അടുത്ത സർപ്രൈസ് എന്താന്ന് അറിയണ്ടേ? അയ്യോ മുത്തശ്ശി, ഇത് കുറേ ഉണ്ടല്ലോ. ഇത് മുഴുവനും ഞങ്ങൾക്ക് പൊട്ടിക്കാനാണോ? അല്ലാതെ വേറെ ആർക്കാ മക്കളെ മുത്തശ്ശി വാങ്ങിച്ചേ? അയ്യോ, എങ്ങനെയെങ്കിലും രാത്രി ആയാൽ മതിയായിരുന്നു. ഓ, എന്തോരം പടക്കായത്. എല്ലാം ഉണ്ടല്ലോ. കമ്പിത്തിരി, മത്താപ്പൂ, പടക്കം, ഇട്ടാപ്പൊട്ടി, പാമ്പ് ഗുളിക. കടിക്കണ പാമ്പല്ലാട്ടോ കുണിക്ക്. ലല്ലിമോളെ വാ, ദേ ഇഷ്ടം പോലെ പടക്കമുണ്ട്. മങ്ങളുടെ വീട്ടിലുണ്ടല്ലോ പടക്കം. ഓ, പടക്കമുണ്ടോ? എന്നാ പാമ്പ് ഗുളിക തരട്ടെ നിനക്ക്. അത് ശരിയാ, ഇവക്കൊരു ഗുളികയുടെ കുറവുണ്ട്. മക്കളെ, ആരും വഴക്കൂടല്ലേട്ടോ. പിന്നെ അറിയാലോ, പടക്കമാണ്, അപകടം പിടിച്ചതാണ്. ആരും ഇത് ഒറ്റക്കൊന്നും എടുത്ത് പൊട്ടിച്ചേക്കരുത്. മുത്തശ്ശന്റെ കൂടെ ഇരിക്കുമ്പോ മാത്രം. പിന്നെ അച്ഛനും വരട്ടെ. എന്തായാലും സന്ധ്യക്ക് ഒരു 6:30 ആകുമ്പോഴേക്കും നമുക്ക് പൊട്ടിക്കാൻ തുടങ്ങാം. ഓ, എങ്ങനെയെങ്കിലും ഒന്ന് സന്ധ്യ ചെയ്യാൻ മതിയായിരുന്നു. ഓ, നമ്മുടെ പച്ചക്കറി കൃഷി ഏറ്റവും മാധവൻ ചേട്ടാ. വിഷു ഇത്രയും കൊയ്ത്ത് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ശരിയാ ഇതേ, ഒന്നും പുറത്തുനിന്ന് വാങ്ങണ്ട. അയ്യോ, എന്തൊരു കനയായി ചക്കക്ക്. അയ്യോ, എന്നാ ഞാൻ ഈ പച്ചക്കറി കൊണ്ടുവച്ചിട്ട് വേഗം വരാം, എന്നിട്ട് ഞാൻ പിടിക്കാം. അത് വേണ്ട, നമുക്ക് വേഗം നടക്കാം. എന്നാ പഴക്കൊല താഴത്തോട്ട് വെക്ക്. മാധവാ, എത്ര നേരമായിടാ നീ ഇവളും കൂടി പറമ്പിലോട്ട് ഇറങ്ങിയിട്ട്? അയ്യോ, വിശന്നിട്ട് വയ്യ. ഇനി ചെന്നിട്ട് അടുക്കളയിൽ എപ്പ ഉണ്ടാക്കാനാ? അമ്മ അടുക്കള കയറി നോക്കിയില്ലേ? അവിടെ എല്ലാം റെഡി ആയിരിക്കും. എന്റെ അമ്മ കയറുന്നുണ്ടായിരുന്നു. ഓ, അത് കണക്കായി പോയി. എന്താ അമ്മേ പറഞ്ഞേ? ഒന്നുമില്ലടി. അയ്യോടി ഇത് ഇതാണ് നിന്റെ പറമ്പിലെ കൃഷി? ഈ 2-3 വാട്ടപ്പച്ചക്കറികൾ കൊണ്ടാണോ നീ വിഷുസദ്യ ഉണ്ടാക്കാൻ പോണേ? വാട്ട പച്ചക്കറിയോ? ഇത് എന്തോരം ഉണ്ടമ്മേ? ഇത് കുറേ ഉണ്ട്. ഇത് വിഷുസദ്യനേക്കാൾ കൂടുതലുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, അമ്മ വന്നത് നന്നായി. ഇങ്ങോട്ട് വന്നേമേ. എന്താടാ, പച്ചക്കറി മൂത്തോ നോക്കാനാണോ? അതല്ല, കൈ കഴിച്ചിട്ട് വയ്യ. ദേ ഇതൊന്ന് പിടിച്ചേ.
അയ്യോ ഇതിനെന്തൊരു കാനോടാ. അമ്മയല്ലേ പറഞ്ഞത് ഞങ്ങള് കൃഷി ചെയ്തത് വെറും വാട്ടർ സാധനങ്ങളാന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? എടാ മാധവ, വേഗം വാങ്ങമേ, ഭയങ്കര കാനം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഓ ഇതെന്റെ തലയിലായോ? അയ്യോ നോക്കി ചേച്ചി, എന്തോരം കൊന്നപ്പോവാ. എത്ര നേരം നമ്മ നോക്കി നടക്കുന്നു. ഓ അങ്ങനെ അവസാനം കണ്ടു കിട്ടി. അയ്യോ നോക്കിയിട്ട് നീ ഇത് മോളെ, ഇത് ആരുടെ വീടാന്ന്? എവിടെ? അയ്യോ ചേച്ചി ഇത് അക്കുവിന്റെ വീടല്ലേ, അവള് കണ്ട എന്തായാലും സമ്മതിക്കൂല. കൊന്നപ്പൂക്ക് ഇതാ കുണിക്കുമോളെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതേ ഇവളുടെ കൂട്ടുകാരി അക്കുവിന്റെ വീടാ. അന്ന് ആ ബർത്ത്ഡേക്ക് പ്രശ്നം ഉണ്ടാക്കില്ല ആ കുട്ടിയുടെ വീട്. ചോദിച്ച അവൾ എന്തായാലും തരൂല. ഞാൻ കയറി പറിക്കാൻ പോകുക. ആരടിയത്? ദേടി അക്കു വന്നു. ഞാൻ അക്കു ചേച്ചിയൊന്നും അല്ല. നീ ആ ബർത്ത്ഡേ വെച്ച് എല്ലാവരുടെ മുമ്പിൽ എന്നെ വഴക്കേൽപ്പിച്ചത് ഞാൻ മറന്നിട്ടില്ല. ഒരു അക്കു ചേച്ചി. എന്താ അക്കു ഇത്? കുണിക്കിന് നീ എന്തിനാ വഴക്ക് പറയുന്നേ? അത് ചോദിക്കാൻ നീ ആരാ? നീ മോഷണം തുടങ്ങിയോ? ആരും അറിയാതെ എന്റെ വീട്ടിൽ നിന്ന് കൊന്നപ്പ് മോഷ്ടിക്കാൻ വന്നതല്ലേ? ദേ അക്കു അനാവശ്യം പറയരുത്. ഞാൻ മോഷ്ടിക്കാനൊന്നും വന്നതല്ല. നാളെ വിഷുക്കണി വെക്കുമ്പോ കണിക്കൊന്ന് പറിക്കാൻ വേണ്ടി വന്നതാ. എല്ലാരും പറിക്കുമല്ലോ. നീ പറിക്കണ്ട, ഞങ്ങളുടെ കണിക്കൊന്നും നീ തൊടില്ല. കുണിക്ക് എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങ് വാ. നീക്ക് പറഞ്ഞു പറയിപ്പിക്കല്ലേ ഈ കൊച്ചിനെ കൊണ്ട്. മിണ്ടിയാ നീ എന്തോ ചെയ്യും കൊച്ചേ? ദേ കുണിക്കിന് എന്തെങ്കിലും ചെയ്താൽ നീ വിവരം അറിയും. അയ്യ അക്കു നിനക്ക് നാണയില്ലേ? കുറച്ച് കൊന്നപ്പ് പറിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ വന്നത്, അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ. നീ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? ആ എനിക്ക് നാണയില്ല. എന്ത് തോന്നിയ നടി കൊച്ചേ? എന്താ എന്താ ഇവിടെ? മമ്മി ഈ നീതുന്നിട്ട് നമ്മുടെ കൊന്നപ്പ് കട്ട് പറിക്കാൻ വന്നതാ. ഞാൻ കൈയോടെ പിടിച്ചു. അയ്യോ ആന്റി, ഞങ്ങൾ കട്ട് പറിക്കാൻ വന്നതൊന്നും അല്ല. കണി വെക്കാനായിട്ട് കുറച്ച് പൂ പറിച്ചോണ്ട് വരാൻ അമ്മ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നതാ. വിഷുവൊക്കെ അല്ലേ, എല്ലാരും ഒക്കെ പറിച്ചെടുക്കൂലേ, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാൻ പോയേ. അല്ല മമ്മി. കണ്ടോ മമ്മി, ഈ ചെറിയ കുട്ടിയുടെ അഹങ്കാരം കണ്ടോ? നല്ലത് പറ മമ്മി. മോളെ അക്കു, ഈ വിഷു എന്ന് പറയണത് എല്ലാരും കൂടി സന്തോഷത്തിൽ സ്നേഹത്തിലൊക്കെ നടത്തേണ്ടതല്ലേ? എന്താ അക്കു ഇത്? നീതു ആണെങ്കിൽ നിന്റെ ക്ലാസ്മേറ്റ് അല്ലേ? മമ്മി ഇവള് കള്ളിയാ. ന്യൂ അക്കു, അങ്ങനെയൊന്നും പറയരുത്. കുട്ടികളെ, നിങ്ങൾ എത്ര വേണമെങ്കിലും കൊന്നപ്പൂ പറിച്ചോണ്ട് പോയിക്കോളൂ കേട്ടോ. കണി കാണാനല്ലേ. കൊന്നപ്പൂ പറിച്ചതിന് വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് പോയാൽ മതി. എന്തായാലും അക്കുന്റെ കൂട്ടുകാരി ആദ്യമായിട്ട് ഇവിടം വരെ വന്നതല്ലേ. താങ്ക് യു ആന്റി. പിന്നെ ചായ ഒന്നും വേണ്ട. വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ട്. അവർ ഞങ്ങളെ കാത്തിരിക്കും. കണി വെക്കാൻ എല്ലാം റെഡിയായി. പക്ഷെ കൊന്നപ്പൂ മാത്രം കിട്ടിയില്ല. അതാ ആന്റി ഞങ്ങൾ വന്നത്. അതിനെന്താ, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ പറിച്ചെടുത്തോ. മമ്മി എന്താ അക്കു, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സോറി ആന്റി, ഞങ്ങൾ ചോദിച്ചിട്ട് പറിക്കണമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. സോറി. ഇറ്റ്സ് ഓക്കെ മക്കളെ. ആദ്യം ആന്റി തന്നെ പറിച്ചു തരാം. ആദ്യം ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സുന്ദരി കുട്ടി തന്നെ എടുത്തോ. ഇന്നാ കുണിക്ക് എന്താ മോളെ ഇത്? ആ ചേച്ചി സ്നേഹത്തോട് തന്നതല്ലേ, ആ ആന്റി സ്നേഹത്തോട് തന്നതല്ലേ. അപ്പൊ ഇനി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അക്കു മമ്മി പറഞ്ഞത് കേട്ടില്ലേ? എല്ലാരും കൂടി സന്തോഷത്തോടെ ആഘോഷിക്കേണ്ടതാ വിഷു. നീ നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ. വരാന്ന് പറ അക്കു. ഓ ഞാൻ വരാം. എന്താ അക്കു, ഒന്ന് സന്തോഷത്തോടെ പറ. ആ ഞാൻ വരാം. ഹാപ്പി വിഷു ആന്റി.